ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ ക്രിസ്മസിന് ആയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാം, കുറച്ച് സ്വീറ്റ്സ്. ഇപ്പോൾ നാട്ടിലൊക്കെ വെച്ചാൽ നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും സ്വീറ്റ്സ് ഒന്നും ഉണ്ടാക്കില്ല. വെറുതെ വട്ടയപ്പം, നമ്മൾ നൊയമ്പ് വിടാനായിട്ട് ഇറച്ചിക്കറി അത്ര ഉപയോഗിക്കുള്ളൂ. പിന്നെ കേക്ക്, പ്ലം കേക്ക് വാങ്ങും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് ക്രിസ്തുമസിന് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി നമ്മളെ നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ളത് അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, അങ്ങനത്തെ സ്വീറ്റ്സാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ ഇവിടുത്തെ കന്നഡിയൻസ്, തമിഴൻസൊക്കെ കൽക്കൽ, പിന്നെ അവര് കറിച്ചേക്കായി, അങ്ങനത്തെ സ്വീറ്റ്സുകൾ ഉണ്ടാക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ നമ്മളിപ്പോൾ അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പം അതിന് വ്യത്യസ്തമായിട്ടുള്ള വേറെ ഇതുപോലെ കൽക്കലും ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ വളരെ അത് എളുപ്പമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പം അത് ചെയ്യാനായിട്ട്. അപ്പം അത് എങ്ങനെ ചെയ്യാം, അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൽക്കൽ ഉണ്ടാക്കണതും ഡയമണ്ട് കട്ട് ഉണ്ടാക്കണതും ഞാൻ ഒരേ ഡൗ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, നൈസായിട്ട് വറുത്ത അരിപ്പൊടി ഒരു ഗ്ലാസ്. പിന്നെ ഒരു ഗ്ലാസ്, ആ സെയിം ഗ്ലാസ് തന്നെ കേട്ടോ, ഇതുപോലെ മൈദമാവ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് മൈദമാവ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇത് കിട്ടണല്ലോ, ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമുക്ക് റവ, വളരെ ഇവിടെ ഇതിനെ ചീരോട്ടി എന്ന് പറയും, ചീരോട്ടി സൂചി. അതായത് വളരെ നൈസാ ഈ റവ, ഭയങ്കര നൈസ് റവീന്. അത് ഞാനൊരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് മൈദ, അര ഗ്ലാസ് റവ, നൈസ് റവ. ഇനി അതിൽ മിക്സ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ബട്ടർ അല്ലെങ്കിൽ ഗീ. അപ്പം ഞാൻ ബട്ടർ എടുത്തേക്കണം കേട്ടോ. ബട്ടർ ഒരു 2 സ്പൂൺ എടുക്കണം. 2 സ്പൂൺ ബട്ടർ എടുത്തു. ഇനി നമുക്കതിനാവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളതിൽ മിക്സ് ചെയ്യണത് പാലുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. കാരണം ഇത് സ്വീറ്റ് ഉണ്ടാക്കണേ നമ്മള്. പിന്നെ നമ്മൾ ഒഴിക്കണത് പാല. ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ബട്ടറും അരിപ്പൊടി, മൈദമാവ്, റവ, അതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈസായ അരിപ്പൊടി വറുത്തത്, മൈദ ഒരു ഗ്ലാസ്, അര ഗ്ലാസ് റവ, 2 സ്പൂൺ ബട്ടർ, ഒരിത്തിരി വലിയ സ്പൂൺ എടുത്തേക്കണം, ഇതേപോലെ വലിയ സ്പൂൺ എടുത്തേക്കണം ബട്ടർ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് പാല് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. ചപ്പാത്തിയുടെ ഡൗ പോലെ ഉണ്ടാക്കണം കേട്ടോ. കണ്ട, ഇതുപോലെ നമ്മൾ ഉണ്ടി ഉണ്ടാക്കണം. നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യണം തന്നെ നന്നായിട്ട് ചെയ്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ
ഇത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും അതിൻ്റെ അപ്പം നമുക്ക് ഈ മൂന്നുണ്ട ഡയമണ്ട് കട്ടിനും ഇത് നമുക്ക് കൽക്കല്ലുണ്ടാക്കാനും ഉപയോഗിക്കാം കേട്ടോ, എടുക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ ഡയമണ്ട് കട്ടിൻ്റെ അത് ചപ്പാത്തിയിലെ പരകമം പരത്തിയിട്ട് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ സ്റ്റൗമ്മേ നമ്മളിത് വറക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. എണ്ണ ചൂടായി നോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിടാം. കണ്ടോ, നന്നായിട്ട് പോള വരുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് പോള വരാനുള്ള നമ്മൾ ബട്ടറും കുറച്ച് റവയും മൈദ അരിപ്പൊടി ചേർക്കുന്നത്, റവയും ചേർക്കുന്നത് നമുക്ക് കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവാനായിട്ടാണ്, ക്രിസ്പി ആയിട്ടിരിക്കണത്. ചില അതിൻ്റെ കുറച്ച് സോഫ്റ്റും ഉണ്ട് അത്, പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അത് ബട്ടറൊക്കെ ഇട്ട് കാണുന്നുണ്ട്. മുരിയട്ടെ അത്. ഇപ്പം കണ്ടോ, ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് ഞാൻ കോരി. കണ്ടോ, നല്ലൊരു സൗണ്ട് ഉണ്ട് കരിക്കരി. ഇനി അടുത്ത ട്രിപ്പ് ഇടാൻ പോകണം കേട്ടോ. ഇനി അടുത്ത ബാച്ച് ഇടാം. അടുത്ത ബാച്ച് നമ്മളിട്ടു. ഇപ്പം രണ്ടാമത്തെ ബാച്ചും ഞാൻ കോരിയിട്ടാ. ഇനി അടുത്തത് ചപ്പാത്തി പോലെ തന്നെ പരത്തി ഡയമണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പം അത് കണ്ടില്ലേ, ഇത് അടുത്തത് ഇത് കട്ട് ചെയ്തിട്ടിടണം. നിങ്ങളിങ്ങനെ ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമ്മളിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ ഡയമണ്ട് പോലെ കട്ട് ചെയ്യുക. അത് കണ്ട, വിഷമമൊന്നുമില്ല, നല്ല ഈസിയുള്ള പണിയത്, പെട്ടെന്ന് ആവും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇത് ഡയമണ്ട് കട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, നല്ല സൗണ്ട് കേട്ടാ, നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ വേണ്ടത്, സ്വീറ്റ് വേണ്ടവർക്ക് കുറച്ച് ഞാനിത് പഞ്ചസാരയും ഏലക്കും കൂടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതൊന്നും കാണിക്കാൻ എനിക്ക് ഇതില്ല, അതിനുള്ള വാലിഡിറ്റി ഇതില്ല എൻ്റെ മൊബൈൽ ഫോണിൽ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഷുഗർ ആവശ്യമില്ലാത്തവർക്കെന്ന് വെച്ചാൽ വറുത്തത് അങ്ങനെ നമുക്ക് കുറച്ച് എടുത്തു വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് ഞാൻ പഞ്ചസാര പൊടിച്ചതിട്ടു. എന്നിട്ടൊന്ന് കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിന് ഇടാം. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ള എനിക്കതൊന്ന്. ഈ ബാക്കിയുള്ള പൊടി കൊണ്ട് നമുക്ക് കൽക്കണ്ട് ഉണ്ടാക്കാൻ, കൽക്കല്ല് കേട്ടോ. കൽക്കൽ പേര് അത് തമിഴരാണ്, അത് കൂടുതലുണ്ടാക്കുക കൽക്കല്ല്. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കുഞ്ഞ് ബോളാക്കാം. ഇനി കൽക്കല്ല് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുഞ്ഞ് ബോളുകളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്തത് ഫോർക്കാ. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു അച്ചുണ്ട്. ഈ കൽക്കലുണ്ടാക്കാൻ ഒരു ചീപ്പ് പോലെ ഇതുപോലെ തന്നെ ഒരു ഇത്തിരി നീളത്തിലും വീതിയിലും ഒരു അച്ച് കിട്ടും. പക്ഷെ അത് എൻ്റെ കയ്യിലില്ല.
അപ്പം ഞാൻ തൽക്കാലം ഫോർക്ക് എടുത്താലും അതുപോലെ ശരിക്കും അതുപോലെ തന്നെ വരും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കി എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയോളാം. അടിയിൽ നമ്മുടെ ഈ ഫോർക്കിൻ്റെ ഇത് അടിയിൽ കൈ വയ്ക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തുറിച്ച് വരും. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞെ നൈസാക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അത് കട്ടി പാടില്ല ഇവിടെ, കാരണം ഇത് ഓൾറെഡി നമ്മളിങ്ങനെ ചുരുട്ടുമ്പോൾ കട്ടി വരും. അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കാം. അപ്പം ആ ഫോർക്കിൻ്റെ അവിടുത്തെ ഷേപ്പ് കണ്ട ലൈൻ ഷേപ്പ് വരും. ഇത്രയ്ക്കുള്ള വശം ഒരിത്തിരി നെയ്യോ അല്ലെങ്കിൽ ഒരു എണ്ണ ഇങ്ങനെ തടവിയിട്ട് ചെറിയ ഇതാക്കിയിട്ട് ഇതേ രണ്ടാമത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുക, നമ്മുടെ വിരലുകൾ അതിൻ്റെ ഇടയിൽ ഒരു സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നൈസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിവിടെ താഴ്ത്തിട്ട് പിന്നെ അത് വേറെ ഇത് സ്റ്റെപ്പ് ചെയ്യാം. കാണുന്നില്ലേ? എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക. കണ്ട ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോർക്ക് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെയല്ല പിടിക്കണ്ട, ഇതിങ്ങനെ കമത്തി പിടിച്ചു. കുഞ്ഞേ ബോൾ എടുക്കുക, എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേ കൈ ഇങ്ങനെ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തുക, പ്രസ് ചെയ്യുക. ഇത് നൈസായിട്ട് വരണം കേട്ടോ. കട്ടിയായിട്ട് വന്നാൽ ഇതാകെ കട്ടിയായിട്ടിരിക്കും. നമ്മൾ തിന്നുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, ഇങ്ങനെ കട്ടിയാവും. കണ്ട ഇങ്ങനെ കാണിച്ചാൽ മതി നിങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ഈ ഇതിൻ്റെ ഫോർക്കിൻ്റെ തറ്റത്തുനിന്ന് പുറത്ത് വരുന്നില്ലേ, അത് നമുക്ക് കട്ട് ചെയ്യാം. ഇത്ര മതി. എന്നിട്ട് പിന്നെ ഇതേ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ മടക്കുക. കണ്ട അപ്പം ഈ ഷേപ്പ് വരും. വളരെ ഈസി അത് ചെയ്യാനായിട്ട്. പക്ഷെ ഇത്തിരി ക്ഷമ വേണം കേട്ടോ. ഭയങ്കര നൈസായിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് കൽക്കല ഓരോന്നായിട്ട് ഇടാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോരും. കണ്ട ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ അച്ചപ്പവും പൊള്ളപ്പവും ഉണ്ണിയപ്പവും ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. ഇടയ്ക്കൊന്നും നമുക്ക് മാറ്റി ചെയ്താലോ. അല്ല, ഇതെല്ലാവർക്കും അറിയേണ്ടത് പെട്ടെന്ന് കഴിയും. അച്ചപ്പത്തിൻ്റെയും കുഴലപ്പത്തിൻ്റെയും പോലെ ടെൻഷനില്ലത്. ഇത് രണ്ടാമത്തെ ബാച്ച് ഇടണം. നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇടാട്ടാ. ഇട്ടതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊന്ന് നന്നായിട്ട് വേവാനുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അത് രണ്ട് സൈഡും നമ്മൾ തിരിച്ചിടണം. ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ തിരിച്ചിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. കണ്ട ഓരോ സൈഡും മൊരിയുമ്പോൾ ഓരോ സൈഡും മറിച്ചിടാം. ഇനി നിങ്ങൾക്ക് എണ്ണ ഇതിൽ കൂടുതൽ ഒഴിക്കണമെന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളത്, കാരണം ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും തിരിച്ച് മറിച്ചിടണം. ഇന്നിപ്പോൾ നമുക്ക് കൽക്കലിക്കും ഷുഗർ പൗഡർ ഇടാട്ടോ. ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇതിലേക്ക് ഇടാം. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവർക്കും മധുരമുള്ളത് തിന്നാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഷുഗർ സിറപ്പിലിടണമെങ്കിൽ വെച്ചാൽ അത് ഇത്തിരി വിഷമല്ലേ. ഇത് ഈസി മെത്തേഡാണ്. അത് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തൊക്കെ വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ
ഒരു ഡൗ ഉണ്ടാക്കിയാൽ 2 ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടാക്കാം. കൽക്കല്ലും, ഇതിൻ്റെ പേര് കൽക്കൽ, പിന്നെ ഡയമണ്ട് കട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം. എപ്പോഴും നമ്മൾ അച്ചപ്പം, കൊള്ളപ്പുണ്ണിയപ്പം ഉണ്ടാക്കാം, സൗകര്യമുള്ളവർക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ജോലിക്ക് പോണവർക്കൊക്കെ ഇതാണ് വളരെ ഈസി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ആക്കുന്ന വേണ്ട, അത് മിക്സിയിൽ പൊടിച്ച് ഏലക്കായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ വിതറിയാൽ മതി. അപ്പം ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല എളുപ്പമുള്ള റെസിപ്പിനെ. പിന്നെ അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. നമുക്ക് ഇനിയും കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷേ ടൈമില്ല എന്ന് തോന്നണം. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ പലഹാരം നമുക്ക് ഉണ്ടാക്കാം, അച്ചപ്പം, ഉണ്ണിയപ്പം എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. പിന്നെ എന്നെ കാണുന്നവരെ എപ്പോഴും പറയുന്നൊരു വാക്ക് തന്നെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇത്ര ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും കാണാം. ബൈ.